നീ പേപ്പർ കാണിച്ചില്ലേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് പോലെ ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? ഒപ്പിടാക്കില്ലോടാ. മാർക്ക് കുറവായതുകൊണ്ട് അവിടെ ഈ ഷൂ നെല്ലി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം നിന്റെ അച്ഛൻ്റെ ഒപ്പം ഇല്ല, നല്ല പഴുതാരം വന്നപോലെ ഞങ്ങൾ അച്ഛനിട്ട് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാറുണ്ട്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും, 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം ചെയ്യുന്നത് ബുധനാഴ്ചയായിരുന്നു, ഞാൻ അത് മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നത്? അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? എല്ലാം പിന്നെ ഇവിടെ വന്നിരിക്കുമോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇല്ല, ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അതെന്തോ പ്രസന്ന സാർ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാക്കണം. പ്രസന്ന സാർ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമം എടുത്തായിരുന്നു? ഞങ്ങൾ കണ്ടില്ല. എവിടെ ഗ്രാമം മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്റെ പണിയാ കാണിച്ചത്. ഇതിനകത്ത് പറയുന്നേക്കാം, രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടു വളപ്പിൽ തന്നെ നടക്കും. പശു എന്നെ തൊഴിച്ചേ. കർമ്മം പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? അത് പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്ന്. മിക്ക ദിവസം ഈ കർമ്മം വളരെ കർമ്മത്തിന്റെ വ്യവഹാരമല്ലോട് ഒരു അടിയാളെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാളത്തേക്ക് നമുക്ക് സംസാരിക്കരുത്. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട്. കേടയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് കിട്ടോടാ. കേകയുടെ ലക്ഷണം പറ. 1 2 2 എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയേ. എഴുത്തുകൾ 14 6 വേണം. 12 ഒരുത്തവിന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കം കറക്റ്റാ, ഒടുക്കം കറക്റ്റാ. അതെന്താ അവിടെ ചെയ്യാത്തതെന്താ? അത് ശ്രദ്ധിച്ചിരുന്നോ? അദ്ദേഹം ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാളം പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? തിങ്കളും താരങ്ങളും തുവളി കതിർ ചിഹ്നം തുങ്കമ്മ ചാരം കേട്ടിൽ ലാലന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ഡല കൂടിയില്ലേ ഇന്നലെ എന്റെ നെഞ്ചിലെ മണ്ഡലം കണ്ടോ? അങ്ങനെ ചിലത് കനകച്ചിലങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിഴിയിൽ കമലകള കവിളിൽ സിന്ദൂര നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ ഉണ്ടായി. ആ പിന്നാലെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പിന്നാലെ ഇങ്ങോട്ട് വന്നേ. ഇതുപോലെ കടമഴിയിൽ കമലകളാണോ? ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്ത് വെച്ചോ, എനിക്കും അതായിട്ടോ. ഗ്രാമർ പഠിക്കാം. കേട്ടിട്ടില്ലേ? മറന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് തന്നെ നടക്കുമോ? നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അടുത്തത് ഭാവി. അതിൽ പറ. ഭാവി പറ. ഭാവി പറ. വരാനിരിക്കുന്ന കാലത്തെ
സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളെ കുഞ്ഞമ്മേ മക്കൾ അവരോട് ഗൾഫിൽ വരാനിരിക്കുക. ഒറ്റ അടിയാ കാലം മുട്ടുനിർത്താനുണ്ടോ? ശ്രദ്ധിക്കട്ടെ പര്യായങ്ങളും പറ. സ്ത്രീയെ കുറിച്ച് പര്യായങ്ങളൊന്നും പറഞ്ഞേ. സ്ത്രീയെ കുറിച്ച് സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തി, ടീച്ചറിന്റെ പേര് പറഞ്ഞു. സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നത് ഒരൊറ്റ അടിയാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നിങ്ങളാ വനത്തെ കുറിച്ച് പര്യായങ്ങൾ പറയും. കാണണം. അത് കാണണമെന്ന് അതിനു വേണ്ടി ഇരിക്കുവല്ലേ. കാനനം. കാനനം. കാട്. ആട്. കാട്. അതെല്ലാം ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. ഇതൊന്നും അറിയത്തില്ല. അതെ ഇങ്ങോട്ട് നോക്കിക്കേ. അടുത്ത പദ്യം ചൊല്ലും. പല പല നാളുകളിൽ ഞാനൊരു ഒഴിവായി പാടാ. അതൊരു നേരിട്ട് പാടാം. പല പല നാളിൽ ഞാനൊരു ഞാനൊരു പിടിവൻ ഇറങ്ങി ഇരുവം വെട്ടം അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബല 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 ബാബുവേലി അടുത്ത വിഷയം കണക്കാം. 5 വിഷയം അനന്ത് വരുന്നേ ആ 3ന്റെ പട്ടിക നോക്കിയിരുന്നു. 3ന്റെ ഒരു 3 3 ഇരു 3 6 സാധനത്തിലേക്ക് ഒരു 3 3 ഇരു 3 3 അതൊന്നും വരാൻ വഴിയില്ലല്ലോ. സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ, എന്തുവാ സാറേ? ടീച്ചറെ സാർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. അല്ല ഞാനൊന്ന് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചോദിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ ഞാനൊരു കാര്യം പറഞ്ഞേട്ടോ. ഞാൻ കുടുംബം പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബം കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വേറെ ടൂറിന് പോകുന്നുണ്ടോ? അത് ഇതൊക്കെ എന്നോട് നിങ്ങളൊരു കാര്യം 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയേക്ക് പറയാമല്ലോ. അഖിലേ എന്നോടോ എഴുതട്ടെ. ആ 4ന്റെ പട്ടിക എഴുതി. 4. ഒരു 4 4 ഒരു 4 4 24 24 4 14 4 അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവാര്? ശാസ്ത്രത്തിന്റെ സാധനം ഹലോ, വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവ് ടീച്ചറെ മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു. ഇപ്പൊ പുതിയതിനകത്ത് മാറ്റമുണ്ടെന്ന പിതാവ്. സിലബസ് മാറിയില്ല. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് അടുത്തത് മരക്കണക്കാൻ ഞാൻ ചൊല്ലാൻ പോകുന്നത്. അതെടുത്ത് അങ്ങോട്ട് നോക്കാം. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. 2 എണ്ണം അകിലിന് കൊടുത്തു. അതിന് കൊണ്ടുപോകാൻ പറ്റുന്നു. 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറിന് സുമേഷ് തേങ്ങ കൊടുക്കാൻ അപ്പൊ എനിക്ക് 3 ഞങ്ങളുണ്ട്. അല്ല മഞ്ജുവിന് ഇവിടെ ഒരു വകയില്ല. അവൾ ചോറ് കൊടുക്കണം, മുളക് കുഴച്ച് മാത്രം ഉള്ളത്. ഒരു തേങ്ങ കൊടുത്ത് അവളെ ചമ്മന്തി അച്ഛൻ നിർത്തില്ല. എന്താ പ്രത്യേക സാറേ ഇത്? വേണ്ട ഒരു 10 കിലോ സാധനം മേടിച്ചു കൂടെ. പിന്നെ പുതിയ കിടത്തില്ലോ എല്ലാം ഉള്ള തേങ്ങ ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകമുണ്ട്. ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രത്തിന്റെ എന്തോ നിന്നോട് ആദ്യം ചോദിക്കും, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? മഴ കടൽ
നീരാളിയായി രീതി ചെവിയറിയാതെ ഒരു മനുഷ്യനറിയാതെ മേടിച്ചില്ല നല്ല എന്തോ ചെറ്റക്കൊണ്ടാണ് അവരെല്ലാം കെട്ടി വെച്ചത് താഴോട്ടൊരു കീശി കിട്ടും മഴ. പിന്നെ അടുത്തത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയാണെന്തോ സാറേ ഈ രണ്ടാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ കുറച്ചേരം മരിച്ചല്ലോ. ഒരു 4 മണി ആകുമ്പോഴത്തേനും എല്ലാ പരിപാടിയും ഒതുക്കി വാളുമെല്ലാം കഴുകി വെച്ച് അവര് 4 ആകുമ്പോഴത്തേനും വീട്ടിൽ വന്നു. അപ്പോ സാർ ഒന്നുമുണ്ട്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ രണ്ടാം ലോകത്തിൽ ഇല്ലായിരുന്നു. നീ പഠിക്കാൻ വേണ്ട, ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുത്ത ഭാഗത്ത് അടുത്ത ഭാഗത്ത് അവിടെ സീറ്റ് ഇട്ടിട്ടില്ല സാറേ. കൂടുതലാണ് കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ 2 വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി ഇത് ലഭിച്ചെന്ന് നോക്കാം. അമ്മ മഴയെ തറക്കുവോ? അതൊക്കെ വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലേ? ഇറങ്ങി വേടാ, ഇറങ്ങി വേടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ഒരു വർഷം നാളെ ഇങ്ങോട്ടോ എന്തായാലും നാളെ ഞാൻ കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കട. ലക്കട? ലക്കട എന്നാ ലക്കടി. ഞാൻ ആരെ അടിയും പോയി പഠിച്ചു. ഞങ്ങളെ അമ്മ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നാളെ ഞാൻ പറ്റത്തില്ല, ഒരു ലീവ് വേണം. എന്താ ചിലപ്പോ ചെറിയൊരു മരണം കാണും. ചെറിയൊരു മഴ. ആരാ അപ്പൂപ്പൻ മരിക്കാൻ പോവാ. അവിടെ അപ്പൂപ്പൻ 95 വയസ്സുള്ള. എന്തിനു പോകണം? അവിടെ ഞാൻ കേൾക്കാൻ പറയും. ഇവിടെ വീട്ടിലെത്തിയോ? എനിക്കറിയാൻ മതി. അപ്പൊ ഇനി ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, കിട്ടും. നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയണം. അച്ചപ്പക്കുളം ഇടും. ഉപ്പേരി ഉണ്ടാക്കും. ഉപ്പേരി ഉണ്ടാക്കും. ഉറിയടിക്കും. ഉറിയടിക്കും. അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും. ഞാനും അടിക്കും. കാരണം മാമ ചിറ്റപ്പനെ ചവിട്ടിയാന്ന് കേട്ടിട്ട് അത് പറയണം അവിടെ. എല്ലാവർക്കും പറയണ്ട, കുറച്ചൊക്കെ പറഞ്ഞു. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. ഓക്കെ. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം. സ്വാതന്ത്ര്യം പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണൊക്കെ കിടക്കുമ്പോ ഉടനെ കലക്കെടുക്കാനാണ് പോകുന്നത്. ആദ്യത്തെ കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കാമ്പ് സാറിന് തല്ല പൊടിഞ്ഞു വീഴും. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോ സാറിനെ കൊണ്ട് പോകും. നടന്നു നോക്കാം. അപ്പൊ പിന്നെ എണ്ണ അറിയുന്നത് ആപ്പിൾ എന്തായാലും വീഴും. മതി മതി മതി. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ ബോറടിയാണ്. പിന്നെ ആരുമില്ല ഇവിടെ പഠിപ്പിക്കുക. 5 നിമിഷം സാറ് തന്നെ. ആ 2 പിള്ളേർ